ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുവിനോട് ചോദിക്കാം, ഈ ഭക്തി വളരെ കുറച്ച് പേർക്കാണ് വരുന്നത് അല്ലേ പ്രഭു? ഈ ഭക്തി കൂടുന്തോറും അതിന്റെ ഒപ്പം തന്നെ അഹങ്കാരം കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭക്തി കൂടുമ്പോ അഹങ്കാരം കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ ഒന്ന് വെളിപ്പെടുത്താം. പ്രഭു പറഞ്ഞ ശരിയാണ്. ശ്രീമദ് ഭാഗവതത്തില് ഋഷഭദേവല്ല ജനഭരതന്റെ കഥ പറയുമ്പോ അവസാനം ശുഭഗോസ്വാമി പറയുന്നുണ്ട്, ഭഗവാൻ എല്ലാം വേണമെങ്കിൽ വാരിക്കോരി കൊടുക്കും, പക്ഷെ ഭക്തി വളരെ വിരളമായിട്ടേ വാരിക്കൊടുക്കുള്ളൂ. ഭക്തി വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അത്രയും ഭഗവാനെ ഏറ്റവും അനുകമ്പയുള്ള ആൾക്കും കിട്ടുള്ളൂ എന്നാണ് പറയാറ്. യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരു തസ്യേവ കവിതാഹിയർത്ഥ പ്രകാശന്റെ മഹാത്മന എന്ന് ഉപനിഷത്തിൽ പറയുന്നത്. യസ്യ ദേവേ പരാഭക്തി, ആർക്കാണോ ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉള്ളത്, യസ്യ ദേവേ പരാഭക്തി തഥാ ദേവേ തഥാ ഗുരു, ഗുരുവിനോടും ദേവനോടും ഭഗവാനോടും അചഞ്ചലമായ ഭക്തി ആർക്കാണോ തസ്യേവ കവിതാഹി അർത്ഥ, ഈ അബ്സല്യൂട്ട് ട്രൂത്തിന്റെ ശരിയായ മീനിങ്, ശരിയായ അർത്ഥം, സത്യം, സത്യമായിട്ടുള്ള റിവലേഷൻ ഓഫ് ട്രൂത്ത് പ്രകാശന്തി മഹാത്മന, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രകാശിപ്പിക്കുള്ളൂ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് ശരിക്കും ഭക്തി കിട്ടണമെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കുന്ന ഒപ്പം തന്നെ ഭഗവാന് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാരുടെ സേവ ചെയ്യുന്നതിന് വഴിയുള്ളൂ. ഋഷഭദേവന്റെ പലതെങ്കിലും പറയുന്നുണ്ട്, രഘുണ രാജാവിനെ അദ്ദേഹം പറഞ്ഞിട്ട്, ഞാൻ നമ്മള് വേദങ്ങൾ പഠിച്ചാലും ശരി, യജ്ഞങ്ങൾ പഠിച്ചാലും ശരി, ബ്രഹ്മചാര്യം അനുഷ്ഠിച്ചാലും ശരി, വലിയ തപസ് അനുഷ്ഠിച്ചാലും ശരി, 5 തീക്കല്ല് നടുവിൽ നിന്ന് വലിയ ഘോരമായ തപസ് എത്താനും ശരി, മഹാത്മാക്കന്മാരുടെ കാലിൽ അടിയിൽ കിടക്കുന്ന ആ രജസജ പൊടി നമ്മുടെ തലയിൽ വെക്കാതെ ഒരിക്കലും ആ ക്ലാരിറ്റി കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, നമ്മള് വൈഷ്ണവ അപരാധം ഒരിക്കലും ചെയ്തു പോകരുത് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പ്രഭു പറഞ്ഞാൽ ഭക്തി കൂടുന്നു പറയുമ്പോൾ അഹങ്കാരം എന്തുകൊണ്ട് കൂടുന്നു എന്ന് പറയുമ്പോ, ഭക്തി എന്ന് പറഞ്ഞാൽ വളരെ ലതയാണ്. ഭക്തി ലത എന്ന് പറയുമ്പോൾ വെരി ടെൻഡർ നടത്തണം. ലത എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ടെൻഡർ നടത്തണം. ടെൻഡറാണ്, വളരെ ഭക്തി തുടങ്ങുമ്പോ വളരെ ടെൻഡർ ആയിരിക്കും, ടെൻഡർ ഷൂട്ട് പറയും. അപ്പൊ അത് വളരുന്ന ഒപ്പം തന്നെ അപ്പുറം ഇപ്പൊ കുറെ കണങ്ങൾ വരും. നമ്മൾ ആർജിക്കാൻ പലതും ആർജിക്കുമ്പോ കൂട്ടത്തിൽ തെറ്റായ പല കാര്യങ്ങളും ആർജിക്കും. അപ്പോ ഭക്തിയുടെ അതോടൊപ്പം തന്നെ ഈ കണകളും ഒപ്പം വളരുമ്പോ ഭക്തിയിലെ കുറെ കഴിയുമ്പോൾ ശുഷ്കിച്ച് വരും, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കയറി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ കണങ്ങൾ ആദ്യം തന്നെ നമ്മൾ മാറ്റണം. ഭക്തിയിലെ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്ത ഒരു വേലി, ഭക്തിയുടെ ആ വലിയൊരു വേലി നമ്മൾ കെട്ടണം. ഈ വേലിയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞത്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ വേലി കെട്ടിക്കൊണ്ട് അതിനെ ഗുരുവിന്റെ ഉപദേശം ഇതും വൈലിയും ഹരേ കൃഷ്ണ മഹാമന്ത്രം വെള്ളമാണ് കണക്കാക്കുക. അങ്ങനെയാണ് ഈ ഭക്തിലത വളരുന്നത്. അപ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൈഷ്ണവപരാധം തന്നെയാണ്. വൈഷ്ണവപരാധം ഒരു കാലത്തും ചെയ്യരുത് എന്നുള്ള ആ ദൃഢസങ്കല്പം നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഭക്തി അതാവുള്ളൂ. പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈഷ്ണവൻ നന്നായിട്ട് ഉയരണ കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് താഴെയുള്ള വൈഷ്ണവർക്ക് ഒരുപക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് മനസ്സ് ചെറുതായിട്ട് ഇളകി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഭക്തിയിൽ നിൽക്കില്ല, അത് വേറെ മനസ്സാണ്. നമ്മുടെ മനസ്സ് എപ്പോഴും എൻഗേജ് ആണ്. ക്ഷണമഭി ജാതു തിഷ്ഠതി അകർമ്മകൃത് എന്ന ഗീത പറയുന്നത്. കശ്ചിക്ഷണമേ, ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അത്രത്തോളം ആക്ടിവിറ്റി നടക്കണം. അപ്പൊ നമ്മള് ഭക്തിയിൽ നിന്ന് ഇത്തിരി മാറി ആ ചെറിയ ഒരു കളങ്കം അല്ലെങ്കിൽ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയിൽ നിന്ന് സേവയിൽ നിന്ന് മാറിയിട്ട് വേറെ ദിക്കിലേക്ക് നമ്മുടെ മനസ്സ് പോകും. അതിൽ നമ്മൾ ഒരു ആനന്ദം കണ്ടെത്തും. ശരിയാണ്, എല്ലാവരും ആനന്ദത്തിന് വേണ്ട. പക്ഷെ നമ്മൾ വളരെ നമ്മുടെ മനസ്സ് നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ദുഃഖിച്ചോ അല്ലെങ്കിൽ വളരെയധികം കീടമായിരിക്കുമ്പോ അതിലും ചെറിയ സുഖം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ഇത് നമുക്ക് ഭയങ്കര ദുഃഖം തരികയാണ്, നമുക്ക് അത് തീരെ സഹിക്കാൻ പറ്റാത്തറിയാം, നമ്മൾ അത് കളയാനേ നോക്കുള്ളത്. പക്ഷെ അതിന് കളയാൻ വരെ നമ്മൾ അതിൽ തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഭക്തി എന്ന പതുക്കെ ഇല്ലാതാവും, മറ്റേ സാധനങ്ങൾ വർദ്ധിച്ചു വരും. അപ്പൊ അതിനൊരു വഴിയേ ഉള്ളൂ. ഒറ്റ വഴി വെച്ച് കഴിഞ്ഞാൽ നമ്മള് സേവയിൽ മുഴുകുക മാത്രമേ ഉള്ളൂ. നമ്മൾ സേവ, ഭക്തി എന്ന് പറഞ്ഞാൽ ഒറ്റ മീനിങ് വെച്ച് കഴിഞ്ഞാൽ ഭക്തി ശ്രീല ബലദേവ് വിദ്യാഭൂഷൺ
നമ്മുടെ 6-ാം അധ്യായത്തിലെ 49-ാം ശ്ലോകം ഏതാണ്? ലാസ്റ്റ് ശ്ലോകം. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധയാ ഭജതോ യേ മാം സമേ ഭക്തി ഉത്തമ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ യോഗി, എന്റെ മനസ്സിൽ എപ്പോഴും എന്നെ മാത്രം ചിന്തിക്കുന്ന ഒരാളാണ് ഏറ്റവും വലിയ യോഗി എന്ന് പറയുമ്പോ അത് ആ ഭക്തി നിലനിൽക്കണമെങ്കിൽ ഭക്തി ആക്ടിവിറ്റിയാണ്. ഭക്തി എന്ന് നമുക്ക് ഭക്തി ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നതല്ല. ഭക്തി എന്ന് ഒരിക്കലും ലേസി ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കാര്യമല്ല. ഭക്തി എന്ന ഭക്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെയാണ് ഭക്തി വേണം. അപ്പൊ നാച്ചുറലി ഭക്തിയുള്ള ആൾക്കാരെ സേവ ചെയ്തിരിക്കണം. സേവ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളെ വേറെ ദിക്കിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആ സേവ ചെയ്യുമ്പോൾ ആ സേവയിൽ ആനന്ദം കിട്ടുമ്പോൾ മാത്രമേ നമ്മുടെ ഭക്തി സ്ട്രോങ് ആകും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കാര്യം പറയും സേവ എന്തുകൊണ്ട് സേവ ചെയ്യണം പറയില്ല. പലപ്പോഴും നമ്മൾ സേവ പറയും അടിച്ചു നടത്തുമ്പോ ഏതാ സേവ അല്ലേ ആ വിശ്വാസത്തിൽ പറയും, സത്യവർദ്ധ പറയാം, അല്ലെങ്കിൽ മറ്റേ പ്രശ്നം എല്ലാവരും നമ്മൾ നിർബന്ധിച്ച് സേവ ചെയ്യിക്കുകയാണല്ലോ എന്നെല്ലാം സേവ നമ്മൾ എങ്ങനെയെങ്കിലും സ്കൾക്കിയാണ് നമ്മൾ നോക്കുക. അങ്ങനെ ബാക്കിയാണ് സ്കൾക്കിയ കഴിഞ്ഞാൽ ആ ചെയ്യാതെ നമ്മളെ പുറത്തു വരാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് എനിക്ക് സേവ കാണും. ഓരോരുത്തർ ഭഗവാൻ ക്വാളിറ്റി ആ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്റലിജൻസ് കൊടുക്കാത്ത ഒരു ഭക്തനും ഒരു ജീവാത്മാവില്ല. എല്ലാവർക്കും തനതായ ക്വാളിറ്റീസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കൃഷ്ണനെ എങ്ങനെ എൻഗേജ് ചെയ്യാൻ പറ്റും എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ചിലർക്ക് ബുക്ക് എഴുതാനായിരിക്കും, ചിലർക്ക് എഴുതാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് പാത്രങ്ങൾ കഴുകാനായിരിക്കും, അല്ലെങ്കിൽ അടിച്ചു വാരാനായിരിക്കും. എനി ഡ്യൂട്ടി റിലേറ്റഡ് ടു കൃഷ്ണ കോൺഷ്യസ്നസ് ഈ സേവ. ആ സേവ നമ്മൾ ഏറ്റെടുത്ത് കൂടുതൽ വാങ്ങിച്ച് അതിൽ മാത്രം വ്യാപൃതരാകുമ്പോൾ മാത്രമേ നമ്മുടെ ഭക്തി